2026 ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് പോരാട്ടങ്ങളിൽ സ്വർണ്ണ മെഡൽ ലക്ഷ്യമിട്ടിറങ്ങുന്ന ടീം ഇന്ത്യക്ക് വൻ തന്ത്രപരമായ നേട്ടം. ജൂലൈ 26-ന് പുറത്തുവന്ന ഔദ്യോഗിക പ്രഖ്യാപന പ്രകാരം ടോപ്പ് ICC T20 റാങ്കിങ്ങിന്റെ മികവിൽ ഉയർന്ന സീഡിംഗ് സ്വന്തമാക്കിയ ഇന്ത്യ പ്രാഥമിക ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ കളിക്കാതെ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനത്തോടെയായിരിക്കും ഇന്ത്യൻ നിരയുടെ സ്വർണ്ണ പടയോട്ടം ആരംഭിക്കുക. ഈ ചരിത്രപരമായ മെഡൽ വേട്ടയ്ക്കുള്ള തന്ത്രപരമായ റോഡ് മാപ്പ് BCCI ഔദ്യോഗികമായി പുറത്തുവിട്ടതോടെ കായിക ലോകം ഉറ്റുനോക്കുന്നത് ടീമിൽ ഇടം പിടിച്ച മലയാളി താരം സഞ്ജു സാംസണിലേക്കാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയേക്കാവുന്ന ഒരു സുപ്രധാന ഘട്ടത്തിനാണ് ഇതോടെ കളമൊരുങ്ങിയിരിക്കുന്നത്. നേരിട്ട് ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നത് വലിയ നേട്ടമാണെങ്കിലും അതോടൊപ്പം തന്നെ കടുത്ത സമ്മർദ്ദവും ടീമിന് നൽകുന്നുണ്ട്. വാമപ്പ് മത്സരങ്ങളോ പ്രാഥമിക റൗണ്ടിലെ ബലഹീനരായ എതിരാളികളോ ഇല്ലാതെ ആദ്യ മത്സരം മുതൽ ഡു ഓർ ഡൈ അഥവാ തോറ്റാൽ പുറത്ത് എന്ന നോക്കൌട്ട് അന്തരീക്ഷത്തിലേക്കാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത്. ഒരു ചെറിയ പിഴവ് പോലും സ്വർണ്ണ മെഡൽ സ്വപ്നങ്ങളെ തകർത്തെറിയാം എന്നതിനാൽ കളിക്കാരുടെ കായികക്ഷമതയും ഏകാഗ്രതയും ഉറപ്പാക്കാൻ പ്രത്യേക പരിശീലന ക്യാമ്പുകൾ ഈ ആഴ്ച തന്നെ ആരംഭിക്കാനാണ് BCCIയുടെ പദ്ധതി. തന്ത്രപരമായ മാച്ച് പ്ലാനിങ്ങിനും ഏഷ്യൻ കണ്ടീഷനുകളിലെ ലൈവ് മാച്ച് സിമുലേഷനുകൾക്കുമാണ് ക്യാമ്പിൽ മുൻഗണന നൽകുന്നത്. ഹരാരെയിൽ നടന്ന T20 പരമ്പരയിലെ മികച്ച പ്രകടനത്തിന് ശേഷം സഞ്ജു സാംസണ് മുന്നിൽ തെളിയുന്ന ഏറ്റവും വലിയ വേദിയാണിത്. പവർ പ്ലേയിലെ വെടിക്കെട്ട് ബാറ്റിംഗും മിഡിൽ ഓവറുകളിൽ സ്ട്രൈക്ക് റേറ്റ് ചെയ്ത് ഡോട്ട് ബോളുകൾ കുറയ്ക്കാനുമുള്ള സഞ്ജുവിന്റെ അപാരമായ കഴിവ് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. സ്പിൻ ആക്രമണങ്ങളെ തകർക്കുന്ന ശൈലി. ഏഷ്യൻ ഗെയിംസിലെ പിച്ചുകൾ പൊതുവെ സ്പിന്നിനെ തുണയ്ക്കുന്നവയാണ്. മധ്യ ഓവറുകളിൽ എതിരാളികളുടെ പ്രധാന സ്പിന്നർമാരെ ഗ്രീസിൽ നിന്ന് കയറി വന്ന് അതിർത്തി കടത്താനുള്ള സഞ്ജുവിന്റെ ടൈമിംഗ് സമീപകാല T20 കണക്കുകളിൽ വ്യക്തമാണ്. തീപ്പൊരി ഫിനിഷർ റോൾ. റൺസ് പിന്തുടരുമ്പോഴും ആദ്യം ബാറ്റ് ചെയ്യുമ്പോഴും കളി അനായാസം ഫിനിഷ് ചെയ്യാനുള്ള റോൾ സഞ്ജു ഭംഗിയായി നിർവഹിക്കണമെന്നാണ് കോച്ചിംഗ് സ്റ്റാഫിന്റെ പ്രാഥമിക ആഗ്രഹം. ഇഷാൻ കിഷൻ, KL രാഹുൽ തുടങ്ങിയ മറ്റു വിക്കറ്റ് കീപ്പർമാരെയുമായുള്ള കടുത്ത പോരാട്ടത്തിൽ തന്റെ സ്ഥാനം സ്ഥിരപ്പെടുത്താൻ സഞ്ജുവിന് മുന്നിൽ ലഭിക്കുന്ന സുവർണാവസരമാണിത്. വിഭാഗം പ്രധാന വിവരങ്ങൾ. ഔദ്യോഗിക സ്ഥിരീകരണം ജൂലൈ 26, 2026. ടൂർണമെന്റ് സ്റ്റാറ്റസ് നേരിട്ട് ക്വാർട്ടർ ഫൈനൽ. മത്സരങ്ങൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ അവസാന വാരം. പ്രധാന ലക്ഷ്യം സ്വർണ്ണ മെഡൽ നിലനിർത്തുക. സഞ്ജുവിന്റെ റോൾ വിക്കറ്റ് കീപ്പർ, അഗ്രസീവ് മിഡിൽ ഓവർ ഫിനിഷർ. ഏഷ്യൻ പിച്ചുകളിലെ കീപ്പിംഗ് പരീക്ഷണവും ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസും. ടൂർണമെന്റ് നോക്കൌട്ട് ഫോർമാലിറ്റി ആയതിനാൽ തന്നെ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമേ ഇന്ത്യക്ക് കളിക്കേണ്ടി വരൂ. അതിനാൽ സഞ്ജുവിന് ലഭിക്കുന്ന അവസരങ്ങളും പരിമിതമായിരിക്കും. നേരിടുന്ന ഓരോ പന്തും നേരിടുന്ന ഓരോ റണ്ണും സഞ്ജുവിന്റെ അന്താരാഷ്ട്ര ഭാവിയിൽ നിർണായക പങ്കുവഹിക്കും. ബാറ്റിംഗിന് പുറമെ ഏഷ്യൻ പിച്ചുകളിലെ താഴ്ന്ന ബൗൺസിലും വേഗത കുറഞ്ഞ ടർഫിലും സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവും കടുത്ത പരീക്ഷണത്തിന് വിധേയമാകും. മിന്നൽ സ്റ്റാമ്പിങ്ങുകളിലൂടെയും ക്യാച്ചുകളിലൂടെയും ബൗളർമാർക്ക് ആത്മവിശ്വാസം നൽകാൻ സഞ്ജുവിന് സാധിക്കേണ്ടതുണ്ട്. നിർണായക നിമിഷങ്ങളിൽ തളരാതെ തിളങ്ങുക എന്നത് സഞ്ജുവിന്റെ കരിയറിന് അതീവ ആവശ്യമാണ്. ഈ ഏഷ്യൻ ഗെയിംസ് സഞ്ജു സാംസന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലാണ്. രാജ്യത്തിനായി ഒരു സ്വർണ്ണ മെഡൽ നേടിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചാൽ ഇത് ഇന്ത്യൻ ടീമിലെ അദ്ദേഹത്തിന് അനാവശ്യ തരം താഴ്ത്തലുകൾക്ക് പൂർണ്ണമായി വിരാമമിടാം. പരിശീലന ക്യാമ്പിൽ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തുന്നതിലും ടാക്ടിക്കൽ ഗെയിംസ് പ്ലാനുകളിലുമാണ് പരിശീലകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വർണ്ണ മെഡൽ കുറഞ്ഞതൊന്നും ആരാധകരും രാജ്യവും പ്രതീക്ഷിക്കുന്നില്ല. ഈ ടൂർണമെന്റിലെ മികച്ച പ്രകടനം സഞ്ജുവിനെ ഇന്ത്യയുടെ ഏറ്റവും അഭിവാജ്യമായ T20 ഏകദിന നട്ടെല്ലായി മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. നേരിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഇറങ്ങി സ്വർണ്ണ മെഡൽ മണിയാനായാൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ പടയ്ക്ക് സഞ്ജു സാംസന്റെ സാന്നിധ്യം അതിശക്തമായ ഊർജമാണ് നൽകുന്നത്. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ജപ്പാനിലെ മണ്ണിൽ മലയാളി താരം ഇന്ത്യക്കായി ചരിത്രം കുറിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏഷ്യൻ ഗെയിംസിൽ സഞ്ജു സാംസന്റെ നേതൃത്വത്തിലും ബാറ്റിംഗ് മികവിലും ഇന്ത്യ സ്വർണം നിലനിർത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജുവിന് സ്ഥിരമായ അവസരം നൽകേണ്ട സമയമായോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ അവിശ്വസനീയമായ വാർത്തകൾക്കും ഏറ്റവും പുതിയ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.